Hi friends, welcome to Sreenis TechnicS. പുതിയൊരു റൂഫിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2022 എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കേരള മോഡൽ റൂഫിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ പുതിയൊരു വീട് വയ്ക്കുമ്പോൾ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത് കേരള സ്റ്റൈല് ഹിപ്പ് റൂഫ് കൊണ്ട് ഒരു വീട്, കേരള മോഡൽ ഹിപ്പ് റൂഫ്, അങ്ങനെ ഒരു വീടാണ് എല്ലാവരുടെയും സ്വപ്നം. അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും എസെൻഷ്യൽ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ടൈലാണ്. ടൈൽ അല്ലെങ്കിൽ ഷിംഗിൾസ് അല്ലെങ്കിൽ ടൈൽ പോലെ ഇരിക്കുന്ന ഷീറ്റ്, നാടനോട്, സെറാമിക്കോട്, ഇതെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നു. അങ്ങനെ ഇവ ഉപയോഗിച്ച് റൂഫ് ചെയ്യുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ, അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയധികം റേറ്റിൽ, മെറ്റീരിയൽസിൻ്റെ റേറ്റിൽ വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ 2022 പുതിയൊരു വീട് വയ്ക്കുമ്പോൾ ഒരു ഹിപ്പ് റൂഫ് ചെയ്യുമ്പോൾ എന്ത് ചിലവ് വരും, അതിൻ്റെ മൊത്തം ഒരു എസ്റ്റിമേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം വരെ കാണുക. നിങ്ങൾ റൂഫിംഗ് വർക്കിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിലെ ഒരു മെമ്പർ തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ അയച്ചു തന്നത്. ഈ വർക്ക് കിട്ടിയപ്പോൾ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഇതിൻ്റെ ഒരു വർക്ക് ഡ്രോയിങ്ങും റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാട്സാപ്പിലൂടെ ഈ പ്ലാൻ എനിക്ക് അയച്ചു തന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന അളവുകളനുസരിച്ച് ഇതിൻ്റെ പ്ലിന്ത് ഏരിയ 1025 സ്ക്വയർ ഫീറ്റ് വരും. ബീമിൽ നിന്നും പുറത്തോട്ടുള്ള ചാട്ടം 3 അടി. നമുക്കാദ്യം ഇതിൻ്റെ ട്രസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം റിഡ്ജ് ബീം, അതായത് മോന്താഴത്തിൻ്റെ അളവ് നോക്കാം. നീളത്തിൽ നിന്നും വീതി കുറച്ചാൽ റിഡ്ജ് ബീമിൻ്റെ അളവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 204 സെൻറ്റിമീറ്ററാണ് റിഡ്ജ് ബീമിൻ്റെ അളവ്. റിഡ്ജ് ബീമിൽ നിന്നാണ് 4 മൂലകളിലേക്കും ഹിപ്പ് റാഫ്റ്റർ പോകുന്നത്, അതായത് കോടി. ബീമിൽ നിന്നും ട്രസിൻ്റെ പുറത്തോട്ടുള്ള ചാട്ടം 80 സെൻറ്റിമീറ്റർ. 844 പ്ലസ് 160 1004 സെൻറ്റിമീറ്ററാണ് ഇവിടെ മൊത്തം വീതി വരുന്നത്. അതിൻ്റെ പകുതി 502 സെൻറ്റിമീറ്റർ. ഈ ഫോർമുല അനുസരിച്ച് ഇവിടെ വരുന്ന കോടിയുടെ നീളം 784.7 സെൻറ്റിമീറ്റർ. സിറ്റൗട്ട് ഭാഗത്തെ മൊത്തം വീതി വരുന്നത് 520 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കോടിയുടെ നീളം 406.4 സെൻറ്റിമീറ്റർ. 2 ചുഴികോടി ഉൾപ്പെടെ ഈ റൂഫിൽ ആകെ വരുന്ന കോടികളുടെ എണ്ണം 8ആണ്. മേൽക്കൂരയുടെ വീതിയെ 9 ഡിവൈഡ് ചെയ്താൽ 8 ചെറുകഴുക്കോലുകൾ വരും. അങ്ങനെയാണെങ്കിൽ 2 കഴുക്കോലുകൾ തമ്മിലുള്ള അകലം 111.5 സെൻറ്റിമീറ്റർ. 111.5നെ 72 കൊണ്ട് ഹരിച്ച് 6 കൊണ്ട് ഗുണിച്ച് 14.422 കൊണ്ട് വീണ്ടും ഗുണിച്ചാൽ 134 സെൻറ്റിമീറ്ററാണ് ഏറ്റവും ചെറിയ കഴുക്കോലിൻ്റെ നീളം. 134 സെൻറ്റിമീറ്ററിനെ 2 കൊണ്ട് ഗുണിച്ചാൽ രണ്ടാമത്തെയും, 3 കൊണ്ട് ഗുണിച്ചാൽ മൂന്നാമത്തെയും, 4 കൊണ്ട് ഗുണിച്ചാൽ നാലാമത്തെയും ചെറുകഴുക്കോലുകളുടെ നീളം കിട്ടും. വീതിയുടെ പകുതിയെ നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ച് കണക്ക് കൂട്ടിയെടുത്താൽ ഇവിടുത്തെ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റിൻ്റെ നീളം 603.3 സെൻറ്റിമീറ്ററാണ്. ഈ വലിയ റൂഫിൽ 2 പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റാണ് വരുന്നത്. കോടിയിൽ വരുന്ന ചെറുകഴുക്കോലുകൾ പിടിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള അളവിനെ 3 ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ 2 കഴുക്കോലുകൾ തമ്മിലുള്ള അകലം കിട്ടിയത്. മേൽക്കൂരയുടെ മൊത്തം നീളം 12 മീറ്റർ 8 സെൻറ്റിമീറ്ററാണ്. അതിൽ നിന്നും 8 ചെറുകഴുക്കോലുകളുടെ അളവ് കഴിച്ച് ബാക്കി 316 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതിനെ 3 ഡിവൈഡ് ചെയ്താൽ 105.3 സെൻറ്റിമീറ്ററാണ് ഈ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റുകൾ തമ്മിലുള്ള അകലം കിട്ടുക. ചെറിയ റൂഫിലെ കോടിയുടെ നീളം 406.4 സെൻറ്റിമീറ്റർ. 520നെ 5 ഡിവൈഡ് ചെയ്തപ്പോൾ 4 ചെറുകഴുക്കോലുകൾ അവിടെ വന്നു. ഏറ്റവും ചെറുതിൻ്റെ അളവ് 124.9 സെൻറ്റിമീറ്റർ. അതിലും വലുത് 249.9 സെൻറ്റിമീറ്റർ. ഈ റൂഫിങ്ങിൽ വരുന്ന ബീം, ഹിപ്പ് റാഫ്റ്റർ, റിഡ്ജ് ബീം, ബാക്കി റാഫ്റ്റേഴ്സ് എല്ലാം തന്നെ 3:1 സെക്ഷനാണ്. 24 മീറ്റർ 516 സെൻറ്റിമീറ്റർ വരും മൊത്തം ഇതിൽ വരുന്ന 3:1 ട്യൂബിൻ്റെ ലെങ്ത്ത്. ഇതിനെ 600
സെൻറ്റിമീറ്റർ, അതായത് ഒരു ലെങ്ത്തിൻ്റെ നീളം 600 സെൻറ്റിമീറ്റർ കൊണ്ട് ഭാഗിച്ചാൽ 41 ലെങ്ത്ത് വരും. ഒരു ലെങ്ത്ത് അഡീഷണലായി എടുത്താൽ തന്നെ മൊത്തം 42 ലെങ്ത്ത് 3/1 എടുക്കേണ്ടി വരിക. 16.5 കിലോ വരും. 693 കിലോ ആയിരിക്കും മൊത്തം തൂക്കം. ഇനി ഇതിൽ വരുന്ന പർലിങ്ങിൻ്റെ എണ്ണം കണക്കാക്കാം. നാടനോടായാലും സെറാമിക്കോടായാലും 32.5 സെൻറ്റിമീറ്ററാണ് നീളത്തിൽ വിരിച്ചിൽ കിട്ടുക. 603നെ 32 കൊണ്ട് ഹരിച്ചാൽ 19 ഓടാണ് ഇവിടെ വേണ്ടി വരിക. 19 നിര ഓട് മേയാൻ 20 നിര പർലിങ് അടിക്കേണ്ടി വരും. സിറ്റൗട്ടിന് മുകളിലുള്ള റൂഫിൽ 10 വരി ഓടായിരിക്കും വരിക. 10 വരി ഓടിന് 11 നിര പർലിങ് അടിക്കേണ്ടി വരും. നേരത്തെ നമ്മൾ കണക്കൂട്ടിയതുപോലെ ഇവിടെയും കണക്കൂട്ടുകയാണെങ്കിൽ 87 ലെങ്ത്ത് പർലിങ് വേണ്ടി വരും. 3 അഡീഷണലായി എടുത്ത് 90 ലെങ്ത്ത് മൊത്തം വേണ്ടി വരും. 6.5 കിലോയാണ് ഒരു ലെങ്ത്ത് വരുന്നത്. 585 കിലോ വരും ഒന്നുക്കൊന്ന് സെക്ഷൻ പർലിങ്ങിനായി എടുക്കേണ്ടത്. ഇപ്പോൾ ആകെ വരുന്ന മെറ്റീരിയൽസിൻ്റെ തൂക്കം 1278 കിലോ. ഇനി ഓടിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ നാടനോട് 20 സെൻറ്റിമീറ്റർ വിരിച്ചിലാണ് കിട്ടുക. സെറാമിക് ഓട് 27 സെൻറ്റിമീറ്റർ വിരിച്ചിലും കിട്ടും. നാടനോടാണ് ഇവിടെ എടുക്കേണ്ടത് വരുന്നതെങ്കിൽ ഒരു നിരയിൽ 61 ഓട് മേയേണ്ടി വരും. 2498 ഓടാണ് വേണ്ടി വരിക. മൂലകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 100 ഓട് അഡീഷണൽ എടുത്താൽ തന്നെ അപ്രോക്സിമേറ്റ് 2600 ഓട് വേണ്ടി വരും. ഒരു മൂലയോടിന് 38 സെൻറ്റിമീറ്ററാണ് വിരിച്ചിൽ കിട്ടുക. ഇവിടെ 120 മൂലോട് വേണ്ടി വരും. ചുഴിക്കോടിയിലേക്കായി 8.5 മീറ്റർ 16 ഇഞ്ച് വീതി വരുന്ന അലൂമിനിയം പാത്തിയും വേണം. ഇനി 1025 സ്ക്വയർ ഫീറ്റ് പ്ലിന്ത് ഏരിയ റൂഫ് മേഞ്ഞു കഴിഞ്ഞപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റായി മാറി എന്ന് കാണാം. ഇവിടെ റൂഫിൻ്റെ മൊത്തം നീളം 35 അടിയാണ്. കഴുക്കോലിൻ്റെ നീളം 20.5 അടിയും. 35 × 20.5 × 2 1435. 13.5 × 6.5 × 2 175.5 സ്ക്വയർ ഫീറ്റ്. ടോട്ടൽ 1610.5 സ്ക്വയർ ഫീറ്റ്. ഇനി മൊത്തം എക്സ്പെൻസ് ഒന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ 1,27,800 രൂപ മെറ്റീരിയലിനാവും. 1,37,000 രൂപ ഓടിനും വരും. അലൂമിനിയം കോയിൽ ഷീറ്റ്, ആങ്കർ ബോൾട്ട്, വെൽഡിംഗ് റോഡ്, പെയിൻറ്റ്, കട്ടിംഗ് വീല് അതുപോലുള്ള ആക്സറീസിന് എല്ലാം കൂടി ചേർത്ത് 15,000 രൂപ വേണ്ടി വരും. 1610 സ്ക്വയർ ഫീറ്റ് 40 രൂപ ലേബർ വെച്ചിട്ട് 64,400 രൂപ വരും. ആകെ മൊത്തം 3,36,200 രൂപ. നാടനോട് ഉപയോഗിച്ച് റൂഫിംഗ് ചെയ്യുന്ന ഒരു കണക്കാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇത് സെറാമിക് ഓടാണെങ്കിൽ ഓട് ഇത്രയും വേണ്ടി വരില്ല. ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു ഓട് എന്ന കണക്കിൽ സെറാമിക് ഓട് എടുത്താൽ മതി. എന്നാൽ ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ സെയിം തന്നെയായിരിക്കും. ഈ രീതിയിൽ റൂഫിംഗ് ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് എന്ത് ചിലവ് വരും എന്നുകൂടി നോക്കാം. ഇവിടെ ആകെ ചിലവ് വന്നത് 3,36,200 രൂപയാണ്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 1,610. അതിനെ ഹരിച്ചാൽ ഒരു സ്ക്വയർ ഫീറ്റിന് 208 രൂപ, അപ്രോക്സിമേറ്റ് 209 രൂപ വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.